ജോലിക്ക് പോകാതിരുന്നിട്ട് എന്താ കാര്യം? നാളെ മുതൽ പോകാൻ നോക്ക്. തമ്പി എവിടെ പോയതാ? പുറത്തേക്ക് പോയതാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആ, തമ്പി വന്നല്ലോ. സാറെന്താ ഇവിടെ? തൊണ്ടി സാധനങ്ങൾ വല്ലതും കണ്ടെടുക്കാൻ വന്നതായിരിക്കും. അതല്ല, അമ്മ മരിച്ചതിന്റെ അനുശോചനം രേഖപ്പെടുത്താൻ വന്നതാണെങ്കിൽ പകൽ വരുന്നതായിരുന്നു കുറച്ചുകൂടെ മാന്യത. ആ, അമ്മ മരിച്ചപ്പോൾ കുറച്ചുകൂടെ സൗകര്യമായല്ലോ. തമ്പി, സാറേ, കല്യാണപ്രായമായ 2 പെൺപിള്ളേരുള്ള വീടാണത്. സാർ ഈ പകലും രാത്രി ഇവിടെ കയറി ഇറങ്ങുന്നതിന്റെ മാനക്കേട് എനിക്കാ. നീ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? എല്ലാം എനിക്കറിയാം. ഇൻസ്പെക്ടർ സാർ താമസിക്കുന്ന സ്ഥലത്ത് പെണ്ണുങ്ങളെ വിളിച്ചു കയറ്റുന്ന നാറിയ കഥകൾ നാട്ടിൽ മുഴുവൻ പാട്ടാണ്. ചേട്ടാ, മിണ്ടിപ്പോകരുത്. തമ്പി, നീ ഇപ്പോൾ പറഞ്ഞ വാക്കുകൾക്ക് മറുപടി പറയേണ്ടത് നാവുകൊണ്ടല്ല, കൈകൊണ്ടാണ്. പക്ഷേ ഞാനിപ്പോഴത് ചെയ്യാത്തത് ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനായി പോയതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നിന്റെ നിഴൽ പോലും എന്റെ മുമ്പിൽ വന്ന് നിൽക്കില്ലായിരുന്നു. ആ ഇൻസ്പെക്ടർക്കും നിനക്കും തമ്മിൽ എന്താ ഈ ബന്ധം? ചേട്ടാ, നാട്ടുകാരുടെ മുഖത്ത് നോക്കി നടക്കാൻ പറ്റാതായിട്ടുണ്ട്. ചേട്ടാ, നാട്ടുകാരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എനിക്കതേ ദുഃഖമില്ല. പക്ഷെ എന്റെ ചേട്ടൻ കൂടി. നാട്ടുകാർ പറയുന്നതല്ലടി, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. നീ കൂടെ കൂടെ അവിടെ പോകാറില്ലേ അയാളുമായി? വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. ചേട്ടൻ ഇത് പറയണം. നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ് ഞാൻ കഷ്ടപ്പെടുന്നത്. അതിന് തക്ക പ്രതിഫലം ചേട്ടൻ തന്നെ എനിക്ക് തന്നു. കഷ്ടപ്പാടുള്ളവരെല്ലാം പിഴച്ചല്ലടി കുടുംബം പുലർത്തുന്നത്. ചേട്ടൻ എന്നെ വിശ്വസിക്കൂ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നീ എന്നെ വിഡ്ഢിയാക്കാൻ നോക്കണ്ട. ഹോസ്പിറ്റലിൽ പോകുന്നു എന്ന് പറഞ്ഞ് കണ്ടിടത്തെല്ലാം കയറി ഇറങ്ങുന്ന നിന്റെ തൊഴിൽ എന്താണെന്ന് എനിക്കറിയാം. നീ പിഴയാണടി, പിഴ. ചേച്ചി, അളിയോ, അളിയും പേടിക്കാരി. ഒരു ഇൻസ്പെക്ടർ വന്നു എന്ന് കരുതി നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് ജീവിക്കണ്ടേ? എന്റെ പെങ്ങൾ അവൾ കുടുംബത്തിന് പേരുദോഷം ഉണ്ടാക്കിയിരിക്കുക. അതിനെല്ലാം കാരണക്കാരൻ അവൻ ഒറ്റ ഒരുത്തനാ. അവൻ നമ്മുടെ മുതലാളിയെ അവമാനിച്ചു. മുതലാളി ആരാണെന്ന് അവന്റെ വിചാരം? ഈ കടുവാത്തൊമ്മനാണ് ശരിക്കും അറിഞ്ഞുകൂടാഞ്ഞിട്ടാ. ഇന്ന് തന്നെ നമുക്ക് അവന്റെ കഥ കഴിക്കണം. ഒരു കുഞ്ഞു പോലും അറിയരുത്. അതിനെന്താ ഒരു വഴി? മേരിക്കുട്ടി, എന്താ ഈ രാത്രിയില്? എന്താ കാര്യം? എന്റെ ഭർത്താവും ആ തമ്പിയും കൂടെ സാറിനെ കൊല്ലാൻ പരിപാടിയിട്ടിട്ടുണ്ട്. മേരിക്കുട്ടി ഇതെങ്ങനെ അറിഞ്ഞു? അവര് വീട്ടിലിരുന്ന് പറയുന്നത് ഞാൻ കേട്ടതാ. അത്രേ ഉള്ളൂ. മേരിക്കുട്ടി പോയിക്കോളൂ. എനിക്ക് എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ, സാറിനൊന്നും വരണമെന്നാണ് എന്റെ പ്രാർത്ഥന. എന്നെ ആരും ഒന്നും ചെയ്യില്ല. മേരിക്കുട്ടി പോയിക്കോളൂ.
എന്തിനാണ് എന്നെ കൊല്ലാൻ വന്നത്? എന്താണ് നിന്റെയൊക്കെ നാവറങ്ങിപ്പോയോ? ഓടാ. സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്റെയൊക്കെ ഞാൻ പറയാം സാർ. വരണം വരണം. ഇപ്പോഴെങ്കിലും ഇങ്ങോട്ടൊന്ന് വരാൻ തോന്നില്ലോ. ഇങ്ങോട്ട് വരണമെന്ന് പല പ്രാവശ്യം ഞാൻ വിചാരിച്ചാണ്. ഇപ്പോഴാണ് സൗകര്യം കിട്ടിയത്. വളരെ സന്തോഷം. ഇരിക്കൂ. എന്താ വിശേഷിച്ച്? കുടിക്കാൻ ചായയോ കാപ്പിയോ? ഒന്നും വേണമെന്നില്ല. മിസ്റ്റർ മേനോൻ, യു ആർ അണ്ടർ അറസ്റ്റ്. നിങ്ങൾ കുറിക്കുകൊള്ളുന്ന തമാശ പറയാൻ മിടുക്കനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. തമാശ പറയാൻ മാത്രമല്ല, പ്രവർത്തിക്കാൻ എനിക്കറിയാം. മിസ്റ്റർ രാജൻ, എന്താണിത്? എന്നെ അറസ്റ്റ് ചെയ്യാൻ കാരണം എന്താ? കാരണമൊക്കെ സ്റ്റേഷനിൽ വന്നിട്ട് പറയാം. എന്റെ പേരുള്ള കുറ്റം എന്താണെന്ന് അറിയാൻ ഞാൻ വരില്ല. വാശി പിടിക്കരുത് മിസ്റ്റർ മേനോൻ. ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. എന്നെ അറസ്റ്റ് ചെയ്യാൻ വാറണ്ടുണ്ടോ? വാറണ്ട് ഇല്ലാതെയും അറസ്റ്റ് ചെയ്യാനുള്ള നിയമം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിരിക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് ആയതുകൊണ്ട് കാര്യമില്ലല്ലോ. അക്ഷരജ്ഞാനം കൂടെ വേണ്ടേ? നടക്കണം മിസ്റ്റർ. മോനെ രാജ, അദ്ദേഹത്തിനെ കൊണ്ടുപോകരുത്. ഒരെറുമ്പിനെ പോലും നോവിക്കാത്ത മനുഷ്യനാണ് അദ്ദേഹം. എനിക്കറിയാം. എന്നെ കൊല്ലാൻ പറഞ്ഞ സാരാ? സത്യം പറയുന്നതാണ് നല്ലത്. എന്നെ കൊല്ലാൻ പറഞ്ഞ സാരാണ്? ഞാൻ എല്ലാം പറയാം സാർ. എത്ര രൂപ വേണമെങ്കിലും തരാം. ആ ഇൻസ്പെക്ടറിന് വെച്ചോണ്ടിരിക്കാൻ പാടില്ല. എന്താ എല്ലാം ഈ തോമനേറ്റ് മുതലാളി. തമ്പി കേട്ടല്ലോ? കേട്ടു മുതലാളി. എന്നാ ഞങ്ങൾ പറ്റേ ചെല്ല്. ഇപ്പൊ എങ്ങനെയുണ്ട് മിസ്റ്റർ മേനോൻ? ഞാൻ മിസ്റ്റർ രാജനെ കൊല്ലാൻ ആളയച്ചെന്നോ? കൊള്ളാം. ഈ നാട്ടിലുള്ള റൗഡികളെ നമ്മളെ വിളിച്ചു വരുത്തി എന്നോട് ശത്രുത തീർക്കാൻ നോക്കാണോ നിങ്ങള്? എന്നെ കൊല്ലാൻ ഇവരെ പറഞ്ഞയച്ചത് നിങ്ങളല്ലേ? ഞാൻ ആരെയും പറഞ്ഞയച്ചിട്ടില്ല. നിങ്ങൾ തല്ലിപ്പടിപ്പിച്ചവരെ കൊണ്ട് കള്ളം പറയിപ്പിക്കുക. മാന്യന്മാരെ അവമാനിക്കരുത്. മാന്യത? മിസ്റ്റർ മേനോൻ, ഈ സ്റ്റേഷൻ പഞ്ചായത്ത് ഓഫീസിന്റെ ഒരു മിനി ബ്രാഞ്ചാക്കി മാറ്റുന്നതിന് ഇതിനു മുമ്പ് ഇവിടെ ഇരുന്ന പോലീസ് ഓഫീസർമാർ നിങ്ങൾക്ക് കൂട്ടുനിന്നിട്ടുണ്ടാവും. നക്കാപ്പിച്ച കാശിന് വേണ്ടി കാക്കിക്കുപ്പായം പണം വെക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കണ്ടിട്ടുള്ള പാരമ്പര്യമേ നിങ്ങൾക്കുള്ളൂ. പക്ഷേ ഞാൻ ഈ സ്റ്റേഷനിലുള്ളിടത്തോളം കാലം നിങ്ങളുടെ ഭരണം ഇവിടെ നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. മാത്രമേ ലോക്ക് ഹിം അപ്പ്. അത് വേണ്ട, വടികളുണ്ടാ ധൃതി വെക്കല. മാരേക്കൊന്ന് തുറന്നോട്ടെ. ഇഷ്ട എന്തത്ര വലിയ ധൃതി. ക്യൂ ആയിട്ടാണ് കയറിക്കോളൂ. സൗകര്യമായിട്ട് കയറിക്കോളൂ. കേറാത്ത ഇപ്പൊ എല്ലാവർക്കും സമാധാനമില്ല. 5-6 ദിവസം ജുരിയായിട്ട് ആഹാരമൊക്കെ കഴിച്ച് സമാധാനമായിട്ട് ഇവിടെ കിടന്നു കേട്ടോ. ആശാനെ, ഞാൻ ഇതിന്റെ അകത്തായി പോയില്ലേ? അയ്യോ, താനിതിന്റെ അകത്ത് ഇങ്ങനെ കയറിയേ. തന്നോട് അറിയാനകത്ത് കയറാൻ പറഞ്ഞെന്ന്. അയ്യോ, ഒരു കയ്യബദ്ധം പറ്റിപ്പോയതാ. മോന്ത കുറ്റിക്കൊറ്റ പൂശിയാന്നല്ലോ. മനുഷ്യനെ മെനെ കിടത്താൻ ഒരു ജാതി പരിപാടി. ഇവന്മാരുടെ ഇടയിൽ കിടന്നിട്ട് തല്ലിക്കൊന്നേനെ. താഴെ ഇത് പൂട്ടിക്കോ. എനിക്ക് വേറെ പണിയില്ല. തന്നെ ആ കാരന്റെ പോലീസിലെടുത്തത്. അവന്മാരെ ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ ആശാനെ. കടലിന്റെ അടിയിൽ പോയി വിളിച്ചാലും ഈ മാത്തുണ്ണി പിടിക്കൂട്ടോ. അത് വേറെ കാര്യന്. ഹൈ ചവിയോള് മന്ത്രിക്ക് എസ്കോർട്ട് പോകണമെന്ന് വിചാരിച്ചിട്ടായിരിക്കുള്ളൂ കാറോടെ എടുത്തോണ്ട് പോയിട്ടുള്ളതേ. കഴിഞ്ഞ പ്രാവശ്യം അവന്മാര് ശേഷി വരുന്നെന്ന് പറഞ്ഞ് നമ്മളെ പറ്റിച്ചു. ഈ പ്രാവശ്യം അവന്മാരുടെ വണ്ടി തന്നെ നമുക്ക് തട്ടിയെടുക്കണം. അതെടുത്തുള്ള കാര്യമുള്ളോ? വരുന്നു. എവിടെ എവിടെ എവിടെ? ആണ്ടെ വണ്ടി നടന്നോ നടന്നോ നടന്നോ. വണ്ടി ആർക്കടാ? നോക്കിയിരിക്കാണ്ട് വണ്ടിന്ന് ആളിറക്കാൻ. സാറേ, ഇത് പെണ്ണുകൊണ്ടുവരാൻ പോകുന്ന പാർട്ടിയാ. ഇത്ര ആൾക്കാരെ കൂട്ടിക്കൊണ്ടിറക്കുന്നാല് ഒരു പെണ്ണെ പിടിക്കാൻ പോണത്. സാറേ, കല്യാണ പാർട്ടിയായത്. കല്യാണ പാർട്ടി ആണെങ്കിലും കൊള്ളാം, ടീ പാർട്ടി ആണെങ്കിലും കൊള്ളാം. ഇറക്കണ എല്ലാത്തിനും മണവളച്ചെടുക്കാൻ അതേ ആയിരിക്കുന്നത്. ആരുടെ ഇതിലും മണവാളൻ? സാറേ, ഞാനാ. ആ നീന് 11 മണിക്കാ മുഹൂർത്തം. ഇപ്പൊ തന്നെ സമയം വൈകി.
മന്ത്രിക്ക് 10 മണിക്ക് കോഴിക്കോട് എത്തണ്ടാണെന്ന്. 10 മണിക്കാണ് അവിടെ മുഹൂർത്തം. ഒരു പാല ഉദ്ഘാടനം ചെയ്യാനല്ലേ അറിയാം എനിക്ക്. സാർ വേഗം പോയി പെണ്ണു വീട്ടുകാർ വിഷമിക്കും സാറേ. ഒരു വിഷമുണ്ടാവില്ല. കുറച്ച് വഴി കിട്ടിയാലും താലി മുറുകാണ്ടിരിക്കില്ലല്ലോ. കൃത്യസമയത്തിന് പാല ഉദ്ഘാടനം ചെയ്തിരിക്കില്ലേ പിന്നെ മന്ത്രിയെ കിട്ടില്ല. മന്ത്രി ആളെ ഫോറിനിൽ പോണ്. അതെന്നെ പിന്നെ മന്ത്രി തിരിച്ചു വരുമ്പോഴേ ചിലപ്പോ പാല അവിടെ ഉണ്ടാവില്ല. സംഗതി മനസ്സിലായില്ലേ? അതുകൊണ്ട് കാര്യം ചെയ്തോളൂ, ഇറങ്ങിക്കോളൂ. ഞാനുണ്ടല്ലോ നിന്റെ പൂത്തിയൻ മുഹൂർത്തം നീ പോയാലും അവിടുത്തെ കാര്യം നോക്കിയാൽ മതി കേട്ടോ. സാറേ മുഹൂർത്തം 11:30 എടോ ഇനി സമയമുണ്ടെന്നാ. തനിക്ക് വഴി നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തോളൂ, എന്റെ കൂടെ സ്റ്റേഷനിലേക്ക് പോന്നോളൂ. ഉദ്ഘാടനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ തന്നെ ഞാൻ പിക്കപ്പ് ചെയ്തോളാം. മേത്തങ്ങനെ സംഭവം എങ്ങനെയുണ്ടെന്ന് ഇവർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ചായ കുടിച്ചിട്ട് വന്നാമെന്ന് പറഞ്ഞു മനസ്സിലാണോ? ഒരു മണവാളൻ ആരുണ്ട്? ഇതാരണ്ട ഡ്രൈവറിലെ ഡ്രൈവർ ആഴ്ചന്റെ പുറഞ്ഞ കയറില്ലേ 350 ആരാണ് വണ്ടിയിൽ ഒരു അംബാസഡർ കയറ്റുന്നത്? ആരുണ്ടത്? വഴി മറിക്കണം. ആരെ കൊഞ്ഞ ഞാൻ പ്രഭാകരൻ മേനോന്റെ അഡ്വക്കേറ്റാണ്. മിസ്റ്റർ മേനോൻ ജാമ്യത്തിലെടുക്കാൻ വന്നതാണ്. മാത്തുണി സാർ. ആ മേനോനെ വിളിച്ചോണ്ടിരും. സാർ. അതെ മേനോൻ സാറിനെ SI സാർ വിളിക്കുന്നുണ്ട്. അങ്ങനെ ചെല്ലാൻ അവിടെ വന്നോളൂ. ഈ സാധനം ഒന്ന് പൂട്ടിക്കോട്ടെ. ഇവന്മാര് ഭയങ്കര സാധനങ്ങളാണേ. എന്നെ എന്തുട്ട് ഇത്ര പറ്റി നോക്കണേ? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തുട്ട ചെയ്യണേന്ന് അങ്ങോട്ട് ചെല്ല്. ഇതന്നെ എടാ നിങ്ങളെ ജാമ്യത്തിൽ ഇറക്കാനായിട്ട് മുതലാളിയുടെ ആൾക്കാർ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ഭാഗ്യവന്മാരെ ഇഷ്ടേ ചിരിക്കേ മോന്ന കുരിക്കിട്ട് പൂശെന്നല്ലോ. അവിടെ കിടന്നാ ഞാനിപ്പോ വരാട്ടാ. നീ വാ ഇവിടെ ഒപ്പിടും. തൽക്കാലം നിങ്ങൾക്ക് പോവാം. സ്വന്തം ഭാര്യ ഭർത്താവിനെ റേപ്പ് ചെയ്തു. മുതലാളിക്ക് ഞങ്ങളോടൊന്നും തോന്നരുത് കേട്ടോ. SI ഒരു പ്രത്യേക ടൈപ്പാണ്. ഇതുപോലെ ഒരുപാട് ടൈപ്പുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവനെ ആ ഇട്ടിരിക്കുന്ന യൂണിഫോമത്തിന്റെ വിലയേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അവനെ വിലയ്ക്ക് വയ്ക്കാനുള്ള പണവും സ്വാധീനവും എനിക്കുണ്ടെന്ന് പറഞ്ഞേര്. അല്ല അത് മാത്രം ഞാൻ പറയില്ല, ബാക്കി എന്തു വേണമെങ്കിൽ പറയാട്ടോ. ഇന്ന് പോയില്ലേ അവിടെ നിന്ന്. കുഞ്ഞപ്പാ ആ തമ്പിയും തമ്മിനെ വിളിച്ചിട്ടുണ്ടോ? ഇങ്ങോട്ട് ഇറങ്ങാൻ. എന്റെ തൊമ്മ ചെല്ല് ചെല്ല് ചെല്ല്. എന്താടാ നിന്നെയൊക്കെ ജാമ്യത്തിൽ ഇറക്കാൻ ആരും വരാറുന്നത്? ഇപ്പൊ നിനക്കൊക്കെ മനസ്സിലായോ? മുതലാളിമാർക്ക് വേണ്ടി കൂലിക്ക് എല്ലാം പോയാൽ അവരവരുടെ കാര്യം കഴിയുമ്പോ എത്തിൽ കഷ്ണം പോലെ നിന്നെയൊക്കെ വലിച്ചെറിയുമെന്ന്. അയാൾ ജാമ്യത്തിൽ ഇറങ്ങിപ്പോയി കണ്ടില്ലേ? പാവപ്പെട്ടവന്റെ അധ്വാനവും വിയർപ്പും പെറ്റ് മണിമാളിക പണിയുന്ന മുതലാളിമാർക്ക് വേണ്ടി ചൂട്ടുപിടിക്കാൻ നടക്കുന്ന നീയൊക്കെയാണ് അന്തസ്സായിട്ട് ജീവിക്കുന്ന തൊഴിലാളികൾക്ക് പോലും അവമാനം. എടാ മുതലാളിമാരുടെ ഗുണ്ടകളായിട്ട് നടക്കാതെ അന്തസ്സായിട്ട് ജോലി ചെയ്ത് കുടുംബം പുലർത്താൻ നോക്ക്. നീ റൗഡിസം കൊണ്ട് നടന്നാലേ പണ്ടത്തെ കാലമായിരുന്നെങ്കിൽ നാട്ടുകാർ പേടിച്ചോടിയനെ. ഇപ്പോ ഞങ്ങളുടെ സഹായം പോലും ഇല്ലാതെ അവര് നിന്നെയൊക്കെ ഓടിച്ചിട്ട് പട്ടിയെ തല്ലുന്നവരെ തല്ലിക്കൊല്ലും. നിന്റെ ഭാര്യ എന്റെ വീട്ടിൽ വന്നത് നിന്നെ ഉപദ്രവിക്കരുതെന്ന് പറയാനാണ്. നിനക്കറിയാമോ, അവളെ എന്റെ അമ്മ പ്രസവിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഒരു തരത്തിൽ അവളെന്റെ സഹോദരിയാണ്. എന്റെ വീട്ടിൽ നിന്നാണ് അവൾ വളർന്നത്. ആ പാവപ്പെട്ട പെൺകുട്ടിയെ ഇനിയെങ്കിലും നീ വേദനിപ്പിക്കരുത്. നിന്നെ കൂടെ തീറ്റിപ്പോറ്റാൻ വേണ്ടിയാണ് നിന്റെ സഹോദരി രാപകല് കഷ്ടപ്പെടുന്നത്. സ്ത്രീകളെ കൊണ്ട് ജോലി ചെയ്യിച്ചിട്ടല്ല ആണുങ്ങൾ ഭക്ഷണം കഴിക്കേണ്ടത്. ജോലിക്ക് പോകുന്ന സ്ത്രീകൾ ആരോടെങ്കിലും ഒക്കെ സംസാരിച്ചെന്നും ചിരിച്ചെന്നും ഒക്കെ ഇരിക്കും. നിന്റെ സഹോദരി എന്റെ വീട്ടിൽ വന്നത് എന്റെ കൈ ഡ്രസ് ചെയ്യാനാണ്, അല്ലാതെ മറ്റൊന്നിനുമല്ല. എനിക്ക് തെറ്റുപറ്റിപ്പോയി സാർ, എന്നോട് ക്ഷമിക്കണം. നിങ്ങൾ ചെയ്ത തെറ്റിന് ഞാൻ വിചാരിച്ചാൽ എന്ത് ശിക്ഷ വേണമെങ്കിലും വാങ്ങിച്ചു തരാൻ കഴിയും. പക്ഷേ ഞാനത് ചെയ്യുന്നില്ല. നിങ്ങളെ ഓർത്തിട്ടല്ല, നിങ്ങളുടെ കുടുംബത്തെ ഓർത്ത്.
എന്റെ ശരീരത്തിന് പുറത്ത് മാത്രമേ യൂണിഫോം ഉള്ളൂ. ഇതിനകത്ത് മനുഷ്യന്റെ ദുഃഖങ്ങളും വേദനകളും അറിയാവുന്ന ഒരു ഹൃദയമുള്ളതുകൊണ്ട് ഞാൻ നിങ്ങളെ വെറുതെ വിടുന്നു. മറ്റാരുടെയും ജാമ്യത്തിലല്ല, എന്റെ സ്വന്തം ജാമ്യത്തിൽ. പൊക്കോളൂ. തമ്പി സാർ, താൻ നാളെ എന്റെ വീട് വരെ ഒന്ന് വരണം. വരാം സാർ. പൊക്കോളൂ.